ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ സൽമാൻ കൊണ്ടൊരു നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ്. നല്ല വെയിലടിക്കുന്നുണ്ട്, പക്ഷെ ആ ചൂട് ഡയറക്റ്റ് അങ്ങ് അടിക്കുന്നില്ല. എന്താ വെച്ചാൽ നല്ല കാറ്റാണ്. പിന്നെ സൽമ ഒന്ന് ടയർഡ് ആയിട്ടുണ്ട്, എന്താ വെച്ചാൽ വെയിലത്താണ് വന്നത്. എന്നാലും കുഴപ്പമില്ല, ഉഷാറാണ്. വെള്ളമൊക്കെ കുടിച്ച് ഇനി ഫുഡ് കൊടുക്കണം. അപ്പൊ നമുക്ക് രാത്രി ഇവിടെ എന്തായാലും ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഡെയിലി ഒരു ക്യാമ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് സൽമായും കുട്ടി. അല്ലേ സൽമ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. പിന്നെ സൽമയെ നമുക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കുളിപ്പിച്ച് ഉഷാറാക്കി എടുക്കുകയൊക്കെ വേണം. പിന്നെ നമുക്ക് എന്തായാലും തൽക്കാലം ടെന്റ് ഇവിടെ അടിച്ച് സെറ്റ് ആവാം അല്ലേ. നമുക്കേ ഇതെല്ലാം ഒന്ന് തുറന്നിട്ടില്ലെങ്കിൽ കാറ്റ് ചിലപ്പോഴേ അടിച്ചുള്ളി കയറും. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് അത്തൊക്കാം. നല്ല തണുത്ത വെള്ളം കേട്ടോ, അടിപൊളി. തണുത്ത വെള്ളത്തിൽ സൽമായ ഒന്ന് കുളിപ്പിക്കുകയും ചെയ്യണം, എനിക്കൊന്ന് കുളിക്കണം. സൽമ നല്ല തീറ്റ തന്നെ കേട്ടോ, നല്ല പച്ച പുല്ലല്ലേ വെള്ളത്തില്. നമ്മുടെ ടെന്റ് ഇവിടെ സേഫ് അല്ല കേട്ടോ, ഭയങ്കര കാറ്റ്. ഞാനത് തിരിച്ചു വെച്ച് നോക്കി, ഇവിടുന്ന് കാറ്റടിച്ച് ഇറങ്ങി പോകുന്നു, പക്ഷെ ഇവിടുന്ന് കാറ്റടിച്ച് ഇറങ്ങി പോണില്ല. മിക്കവാറും മടക്കി വെക്കേണ്ടി വരുന്ന തോന്നണേ. നോക്കാല്ലേ കുറച്ചു നേരം കൂടെ. ഓവർ കാറ്റായി കഴിഞ്ഞാൽ മടക്കി വെക്കേണ്ടി വരും. അതാ പോണു. അതെ, നമുക്കേ ഇതെടുത്ത് പുറത്ത് വെച്ചിട്ട് മടക്കി വെക്കാട്ടോ, അല്ലെങ്കിൽ ടെന്റ് കയറി പോവും. ഭയങ്കര കാറ്റാ.
എന്റെ പൊന്നെ, ഇപ്പൊ ടെന്റ് പോയി പോയനെ. ഇവിടെ കാറ്റൊരു രക്ഷയില്ല കേട്ടോ. നമുക്കേ ഇതിന്റെ പുറകു സൈഡില് സൽമ ഇവിടെ എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ടേ ഇതിന്റെ പുറകിൽ എവിടെയെങ്കിലും പോയി നോക്കാം, വല്ല തണലുണ്ടോ, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം വെക്കണ്ടേ. സൽമ ഇവിടെ വെക്കട്ടെ അല്ലേ, സൽമ എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. നമുക്കേ അടിപൊളി ഒരു തണലുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടെന്റ് ഇവിടെ വെക്കാം. സൽമ അപ്പുറത്ത് തന്നെ നിൽക്കട്ടെ കുറച്ചു നേരം. നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് സൽമാക്കുള്ള ഫുഡ് റെഡിയാക്കിയിട്ട് സൽമ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ അതുവരെ അവിടത്തിൽ വെള്ളത്തിൽ തന്നെ നിൽക്കട്ടെ കുറച്ചു നേരം. ഓ അവിടെ ഭയങ്കര കാറ്റാട്ടോ, എന്താ വെച്ചാൽ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമല്ലേ. ഇവിടെയും കാറ്റുണ്ട് കേട്ടോ, എല്ലാ വിധിന്നറിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ സെറ്റാക്കാം. ഓ വലിയ കുഴപ്പമില്ല. നമ്മുടെ സൽമാന്റെ ഫുഡും പാത്രങ്ങളൊക്കെ ഈ സൈഡിൽ വെച്ചാലേ കാറ്റ് അത്ര പിടിക്കൂല. ഇന്ന് സൽമാക്ക് ഞാൻ വേറെ സ്പെഷ്യൽ ഫുഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ചോളപ്പൊടിയും പിന്നെ വേറെ മറ്റേ ചോളപ്പൊടിയും പിന്നെ ഗോതമ്പിന്റെ തവിടും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു സ്പെഷ്യൽ ഫുഡാണ് ഇന്ന്. അപ്പൊ ഇതൊക്കെ ആ സൈഡിൽ വെച്ചാൽ കാറ്റ് വന്നാൽ അങ്ങനെ പിടിക്കില്ല. ഇത് നമ്മുടെ സൽമയുടെ മേത്ത് ഇരിക്കുന്ന തുണിയാ. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ അല്ലേ. നമുക്കെന്തായാലേ നമ്മുടെ ഫുഡ് റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വിശക്കുന്നുണ്ട്, എനിക്കും കഴിക്കണം സൽമാക്കും കഴിക്കണം. എന്തായാലും ഫുഡ് റെഡിയാക്കട്ടെ. ഗ്യാസിൽ വെക്കാന് ഗ്യാസിന്റെ സ്റ്റൗ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഗ്യാസിന്റെ കുറ്റി നമ്മുടെ ബാഗിനകത്ത് വെച്ച് ഞാൻ അവിടെ ഒരു വീട്ടിൽ വെച്ച് എല്ലാം കൂടി എടുത്തോണ്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് ഓർത്തതുമില്ല. ഇനിയിപ്പോൾ അടുപ്പുണ്ടാക്കിയേ പറ്റൂ. അടുപ്പുണ്ടാക്കുന്ന ഈസിയാണ്, പക്ഷെ നമുക്ക് വിറക് കിട്ടാനാ പാട്. പക്ഷേ എന്തായാലും നോക്കട്ടെ. വിറകിൽ ഇനിയിപ്പോൾ എവിടെ പോകുന്നുള്ളതാ. എന്തായാലും കുറച്ച് ചുള്ളിയെങ്കിലും ഞാൻ പെറുക്കിയിട്ട് വരട്ടെ കേട്ടോ. ഇതേ 1 മണിക്കൂർ കടന്നിട്ട് കറങ്ങിയിട്ട് കിട്ടിയ വിറകാണത്. ഇവിടെ എവിടെയും വിറകുമില്ല, ഒരു സാധനവുമില്ല. ഇത്രയും പച്ചപ്പുള്ള സ്ഥലമാണ്, ഇത്രയും മരങ്ങളുണ്ടല്ലോ, എന്താ വിറകില്ലാത്തതെന്ന് വിചാരിക്കണ്ട. പക്ഷെ ഇവിടെ വിറകില്ല. എന്തായാലും ഇതിന് പ്രത്യേകത എന്താ അറിയോ ഈ മരത്തിൻ്റെ ഒക്കെ, അതായത് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന മരങ്ങളാണിത്. അതായത് വേനൽക്കാലത്ത് പച്ചപ്പായിട്ട് വരുന്ന ഒരു സൈസ് മരം ഉണ്ടല്ലോ, ആ സൈസ് മരമാണ്. അതാണ് ഇതെല്ലാം ഇങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കുന്നത്. ഒരു ശകലം പോലും ഇല്ല. ഒരു മരത്തിൽ നിന്ന് ഒരു കമ്പ് പോലും ഓടിക്കാൻ കിട്ടിയില്ല. ഞാനിത് നിലത്തുനിന്ന് ചുമ്മാ അങ്ങനെ എവിടെ നിന്നൊക്കെ പാറി വന്ന കമ്പ് അങ്ങനെ കിട്ടിയതാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡും പച്ചവെള്ളവും കുടിക്കേണ്ടി വരും. അതന്നെ, അല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല. ഓരോരോ അബദ്ധങ്ങളെ. ചിക്കൻ കൊണ്ടുവന്നുണ്ട്, ചിക്കൻ കറിയും ബ്രെഡും ആക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതാ. പക്ഷെ ഞാനെന്തായാലും സൽമായ്ക്ക് ഫുഡ് റെഡി ആക്കട്ടെ കേട്ടോ. സൽമയെങ്കിലും നല്ലോണം കഴിക്കട്ടെ. സൽമക്ക് ചോളപ്പൊടിയും പിന്നെ ഗോതമ്പ് തവിടും കൂടി മിക്സിങ് ആണ് കേട്ടോ. അങ്ങനെ മേടിച്ചോണ്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്യട്ടെ.
രണ്ടും കൂടെ ഒരുമിച്ചൊരു കവറിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഒക്കെ കൂടെ കൊടുക്കണ്ട, കുറേശ്ശെ കൊടുക്കാം. കുറച്ച് ഇതിനകത്ത് വാരി വെക്കാം. ഞാൻ എന്തായാലും സൽമായും കൂട്ടി പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നാൽ സൽമായ്ക്ക് ഫുഡും കൊടുക്കുക. എനിക്ക് പച്ചവെള്ളം കുടിക്കാൻ ബ്രെഡും തിന്നാം. വെള്ളം വേണമെങ്കിൽ കുടിച്ചോ, നിനക്ക് ഫുഡ് തരാം. നിക്ക് 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 സൽമ, നിക്ക് മിക്സ് ആക്കട്ടെ. നിക്കടി, ഇത് മതിയോ വെള്ളം? കുറച്ചുകൂടി ആക്കണ? നമ്മുടെ സൽമാക്ക് ഇന്ന് സ്പെഷ്യൽ ഫുഡാണ്. സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞാലേ നമ്മുടെ ചോളത്തിൻ്റെ പൊടിയും പിന്നെ ഗോതമ്പിൻ്റെ തവിടും പിന്നെ നമ്മൾ അവലുണ്ടാക്കുന്ന തവിടില്ലേ, ആ 3 തവിട് കൂടി മിക്സ് ആക്കി കൊണ്ടുവന്ന കേട്ടോ. കുഴപ്പമില്ല, അതൊരു ടേസ്റ്റി ഫുഡാണ് അല്ലേ? അല്ലേ? ഒരു ഉമ്മ ഉണ്ടാ? ഇന്ന് ഉമ്മ വന്നില്ലല്ലോ. ഉമ്മ നല്ല കുട്ടി കേട്ടോ. ഞാൻ ബ്രെഡും പച്ചവെള്ളം കുടിക്കട്ടെ, ഇത് പതുക്കെ മുണങ്ങിക്ക. നമ്മുടെ ക്യാമ്പിങ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ പച്ചവെള്ളം ബ്രെഡും തിന്നുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ആരും പറഞ്ഞാൽ വിശ്വസിക്കാന്ന് അറിയില്ല. എന്താ വെച്ചാൽ വിറകില്ല കേട്ടോ, വിറകില്ല. എന്ത് ചെയ്യാനാ? ഇല്ല, പെറുക്കിയെടുക്കാൻ പോലും ഇല്ല. എന്തായാലും ഇത് കുറച്ച് തിന്നിട്ട് ഇവിടുന്ന് വേഗം പോവാ. പോയിട്ട് അവിടെ എവിടെയും പോയി വയറടുത്ത് എല്ലാം തിന്നല്ലേ. അത് തിന്നു നോക്ക്, പൊടിച്ചേരാ. തിന്നുണ്ടോ? വേണോ? ബ്രെഡിൻ്റെ പൊടി തിന്നണില്ല കേട്ടോ, ഞാൻ അതിനകത്ത് മിക്സാക്കി കൊടുക്കാം അല്ലേ. നോട്ടെ, എന്നാ ആ തിന്ന്. എന്നാ 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 വേണമെങ്കിൽ മുഴുങ്ങിക്കോ. എന്നാ ഞാനത് പൊടിച്ചിട്ട് തരാം. എന്തായാലും ഇന്നത്തെ ക്യാമ്പിങ് അടിപൊളിയായി. പച്ചവെള്ളവും ബ്രെഡും, അല്ലാണ്ട് ഇപ്പം എന്താണ്. ചിക്കനുണ്ട്, അത് കേടായിട്ടില്ലെങ്കിൽ നമുക്ക് രാത്രി വെക്കാം. ഞാൻ എന്തായാലും ഇത് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പോകട്ടോ. ഇവിടെ സേഫ് അല്ല, നല്ല സ്ഥലമായതുകൊണ്ട് ഒന്ന് ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞ് വന്നാൽ അത് തീയും കത്തിക്കാൻ പറ്റില്ല, ഗ്യാസും ഇല്ല. ആകെ
തൽക്കാലം ഒരാശ്വാസമായി. സൽമ, നിനക്ക് മതിയായ? ഇനി വേണോ? എന്തായാലും ഫുഡടി കുഴപ്പമൊന്നുമില്ല, നമുക്ക് വയറ് നിറഞ്ഞിട്ടാ. പച്ചവെള്ളം ബ്രെഡും ആണെങ്കിലും ഉള്ളത് കഴിക്കുക, അത് തന്നെ. അപ്പൊ ഞാനും സൽമയും കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ വിടും കേട്ടോ. സൽമയെ ഒന്ന് കുളിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഈ വെയിലത്ത് കുളിക്കണ വെയിലത്ത്? എന്നാ ഒക്കെ തിന്ന് കളയല്ലേട്ടാ, പാപ്പാൻ്റെ കയ്യിൽ വേറെ ഇല്ല, കളയല്ലേ. കുറച്ചുകൂടി വെള്ളാക്കണ. തിന്നോ. അപ്പം എന്തായാലും ഞാൻ പതുക്കെ വിടാനുള്ള പരിപാടിയാണ്. ഞാനും സൽമയും. സൽമ ഫുഡൊക്കെ കഴിച്ച് റെഡിയാണ്. ഞാൻ ഫുഡ് കഴിച്ച് റെഡി ആയിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, വയറ് നിറഞ്ഞു. നമുക്ക് പിന്നെ എന്തെങ്കിലും കഴിച്ചാൽ മതി. പിന്നെ രാത്രി ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ രാത്രി ഇവിടെ ഒരു സേഫ് അല്ല ഈ ഒരു സ്ഥലം. എന്താ വെച്ചാൽ ഒരു പ്രശ്നമൊക്കെ ഉള്ള ഏരിയ ആണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളെ പ്രശ്നങ്ങളുള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡേ ക്യാമ്പിങ്ങിന് വന്നാണ്. ഡേ ക്യാമ്പിങ് ഫുഡൊന്നും ഇല്ലാതെ ബ്രെഡും വെള്ളം കുടിച്ച് സെറ്റായി. അപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. ഇനി സൽമായം കൊണ്ട് പതുക്കെ അങ്ങനെ പോയി എവിടെയെങ്കിലും നല്ല ക്യാമ്പിങ്ങിന് പറ്റിയ സ്ഥലം നോക്കിയിട്ട് നൈറ്റ് ക്യാമ്പിങ് നല്ലൊരു സ്ഥലത്ത് ചെയ്യണം എന്നാണ്. അപ്പം എന്തായാലും ഞാനതെല്ലാം പാക്ക് ചെയ്ത് പതുക്കെ വിടട്ടെ കേട്ടോ. അല്ലേ സൽമ? നമ്മളിപ്പോൾ ചിക്കൻ കൊണ്ടുവന്നത് വൈകിട്ടാകുമ്പോഴത്തേക്ക് കേടാവുമെന്ന് അറിയില്ല. കേടാവാൻ ചാൻസ് ഉണ്ട്. കേടായ എടുത്ത് കളയേണ്ടി വരും. വിറകില്ല, കണ്ടില്ലേ? ഞാൻ കള്ളം പറയല്ല കേട്ടോ, വിറകില്ല. എന്ത് ചെയ്യാനാ? എല്ലായിടത്തും അരിച്ചു പെറുക്കി. ഇങ്ങനെ മലയാണ്, പക്ഷെ ഇങ്ങനെ കുറ്റിച്ചെടിയൊക്കെ ഉണ്ട്, പക്ഷെ വിറകില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് വൈകിട്ടത്തേക്ക് വെക്കാൻ പറ്റുകയാണെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ കളയേണ്ടി വരും. നോക്കാം. എന്തായാലും ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി സൽമായ ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. ഇത് വേഗം ഇവിടുന്ന് പോവാം. ഏകദേശം 4:30 ഒക്കെ ആയി. എന്താ വെച്ചാൽ ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട്ട് എത്താൻ എന്തായാലും ഒരു 1.5 മണിക്കൂർ നടക്കണം. കുറച്ച് അങ്ങോട്ടൊരു കാട് പോലത്തെ സ്ഥലമല്ലേ, കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമ്മളൊന്നുകൂടി ഒന്ന് സേഫായിട്ട് നോക്കണമല്ലോ. എന്തായാലും ഞാനൊന്ന് ഒതുക്കി സെറ്റ് ആക്കട്ടെ കേട്ടോ, സാധനങ്ങളൊക്കെ എടുത്തിട്ടേ. ഇവിടെ ഇപ്പൊ കാറ്റ് തുടങ്ങി, ഒക്കെ കൂടെ മറിച്ചോണ്ട് പോവുന്ന. ആദ്യം ടെൻ്റങ്ങ് മടക്കി വെക്കാം അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ കാറ്റ് കൊണ്ടുപോകും. സാധനങ്ങളൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് പതുക്കെ പോവാം. കുറച്ചുകൂടി വെള്ളം കുടിക്കാം അല്ലേ.
സൽമ റെഡി അല്ലേ? പോവാ റെഡി അല്ലേ? ഒരു 1.5 കിലോമീറ്റർ, 1.5-2 കിലോമീറ്ററിന്റെ അടുത്ത് അല്ലേ? സൽമ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ സൽമക്കുട്ടി? സൽമക്കുട്ടി ഓക്കെ അല്ലേ? നിർമ്മണ്ട. അപ്പം ഞാനും സൽമയും പോവാൻ റെഡിയായി. ഞങ്ങളിപ്പോൾ പോയാലേ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് എത്തുള്ളൂ. എന്താ വെച്ചാൽ പതുക്കെ പോവുള്ളൂ. പിന്നെ സൽമായ ഒന്ന് വെള്ളം കുടിപ്പിക്കണം, എന്നിട്ടൊക്കെ പോവുള്ളൂ. അപ്പം എന്തായാലും ഓക്കെ അല്ലേ? പോവാൻ റെഡി അല്ലേ? പോവാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ സൽമയെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് ആ ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോകണം. പിന്നെ ഇവിടെ നമുക്ക് രാത്രി ക്യാമ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഫുഡും ഇന്നത്തെ റെഡി ആയില്ല. അപ്പോൾ നമ്മളെന്തായാലും പതുക്കെ വിടാനുള്ള പരിപാടിയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അല്ലേ സൽമ? ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്ന് വിടാം. എന്നാ വാ.